അങ്ങനെ ഞങ്ങളുടെ ചാനലും 1000 സബ്സ്ക്രൈബേഴ്സ് തികച്ചിരിക്കുകയാണ്. ഒരു ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അങ്ങനെ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഹാപ്പി ആയിട്ട്, കേക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു വെച്ചാൽ ഒരു രസം. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ 1Kയുടെ കേക്കൊക്കെ ഒരുപാട് കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരാഗ്രഹത്തിൻ്റെ പുറത്തും കട്ട് ചെയ്താൽ. ഇത് എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി തന്ന ഗിഫ്റ്റാണ്. ഗിഫ്റ്റായിട്ട് കൂട്ടാം നമുക്ക്. 1Kയുടെ ഗിഫ്റ്റ് ഇതാണ്. അവർ അക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ബേബിയുടെ കൂടെ കളിക്കാൻ. ബേബി കുഞ്ഞാണെങ്കിലും ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. അക്കുവിൻ്റെ പ്രതീക്ഷ ബേബി എന്താ ഫുട്ബോൾ കളിക്കാത്തതിൻ്റെ കൂടെ, അങ്ങനെ ചില കൺഫ്യൂഷൻസൊക്കെ അക്കുവിനുണ്ട്. അക്കു മനസ്സിലായി വരുന്നേ ഉള്ളൂ. അക്കുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ഉമ്മ ഷേക്ക്. എന്തായി എന്ത് പറ്റിയതായോ? ബേബി ധനുവിനെ ഇങ്ങനെ ഇതാക്കി തരൂ. ആരാ? ചേട്ടൻ. ധനു ഇത് ബേബി അല്ല, ചേട്ടൻ. മുകുന്ദ് മമ്മൂട്ടി. ഇന്ദു റബേക്ക വർഗീസ് പറഞ്ഞേ. ധനു പറ ഇന്ദു എന്ന് പറ. ധനു പറ ഇന്ദു പറ. ഒന്നുകൂടെ പറയേ. ഒന്നുകൂടെ പറ. ഇന്ദു ഇന്ദു പറ. ഇന്ദു പറ. മമ്മൂട്ടി ബേബി വിളിച്ച ബേബി. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് വേറൊരു ആവശ്യവും കൂടെ. ചേച്ചിയും ഫാമിലിയും ഇങ്ങോട്ട് മാറാൻ നോക്കുമായിരുന്നു, സാൽമിയിൽ നിന്ന് ഇവിടോട്ട് മാറാൻ. അപ്പോൾ ഒരു ഫ്ലാറ്റുകൾ പലതും നോക്കി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരെണ്ണം കൂടെ നോക്കിയിട്ട് പോകാമെന്ന് കരുതി ഇടയ്ക്ക് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്തായാലും നമ്മൾ പാർക്കിലെത്തി. ഇത് ബസിയിലെ പാർക്കാണ്. ഇച്ചിരി കണ്ടീഷനൊക്കെ ഇച്ചിരി മോശമാണ്. എനിക്കൊന്ന് മെയിൻ്റനൻസ് ഒന്നും അത്ര ഇതായിട്ട് നടക്കുന്നില്ല. എന്തായാലും ഒരുപാട് പേര് വരുന്നതാണ്. നടക്കാനൊക്കെ ആയാലും ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമ്മുടെ കാലിക്കറ്റ് ഷെഫ് റെസ്റ്റോറൻ്റ് ഉള്ളത്. നടക്കാൻ വരുന്നവരെ ഫുഡിൻ്റെ മണം വെച്ചിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണോ അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ വരുമ്പോൾ നമുക്ക് എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട് പോകേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് അവിടുത്തെ ഫുഡിൻ്റെ മണം വരുമ്പോഴേ എന്നാൽ പിന്നെ കയറിക്കളയാമെന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ്. ഇത് വിൻ്ററിൽ ഇവിടെയൊക്കെ നമ്മൾ പുറത്തിരിക്കാനൊക്കെ ഇത് നല്ല രസമാണ്. അവിടെ നമ്മൾ ഒരിക്കലും അവിടെ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് വരുമ്പോൾ അവിടെ വെച്ചിട്ടും. പിന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വരുന്നത് വിൻ്ററിൽ ചുക്ക് കാപ്പി, പിന്നെ സമ്മറിലൊക്കെ ആകുമ്പോൾ ഇത് ജ്യൂസ്, കുഞ്ഞിനാകുമ്പോൾ ആ ജ്യൂസായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് കാന്താരി ചിക്കനല്ല ഫിഷ്, കാന്താരി ഫിഷ്. പിന്നെന്താ, പിന്നെ കല്ലപ്പം ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടിട്ടുണ്ട്. എൻ്റെ വിചാരത്തിൽ കള്ളപ്പവും കല്ലപ്പവും ഒന്നാണ്. ഈ അപ്പം ഉണ്ടല്ലോ, നമ്മളപ്പം എന്നേ പറയത്തുള്ളൂ. നല്ല ഫുഡായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ അവിടുന്ന് പെട്ടിക്കകത്ത് ജീരകമൊക്കെ കിട്ടി. കുഞ്ഞുങ്ങൾക്കായിരുന്നു. നമുക്കിവിടെ ചോദിച്ച് മേടിക്കണമെന്നുണ്ടായിരുന്നു, ചോദിച്ചില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.